ഹായ് അസ്സലാമു അലൈക്കും. വൽഫെ സൈന്തി. ഇന്ന് ഞാനൊരു ചെറിയ യാത്രയിലാണ്. എങ്ങോട്ടാണെന്നല്ലേ, മലപ്പുറത്തേക്കാണ് കേട്ടോ. അവിടെ എൻ്റെ അമ്മായിയുടെ വീടുണ്ട്, അതായത് എൻ്റെ വാപ്പായുടെ പെങ്ങളുടെ വീടാണ് അവിടെ. അപ്പോൾ അമ്മായിയുടെ മരുമോൾ 2 ദിവസത്തിനുള്ളിൽ ദുബായിക്ക് പോവാണ്. അവൾക്ക് എനിക്ക് അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവൾക്ക് ഇനി പോകുന്നതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. ഇനി കാണാൻ പറ്റില്ലല്ലോ, ഇനി പോയിട്ട് എപ്പോഴാണ് വരാമെന്നൊക്കെ ഓർത്ത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോവാണ്, ഇനി എപ്പോൾ കാണാനാണ് നേരിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അവളുടെ സങ്കടം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒന്ന് ചെന്ന് കളയാന്ന്. അവൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ ആ സമയത്ത് എത്തുമെന്നൊന്നും. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ അവർ ഒത്തിരി ഹാപ്പി ആയിരിക്കും എന്നറിയാം. അവളെ ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ദുബായിലേക്ക് പറഞ്ഞു വിടാമല്ലോ. എൻ്റെ ബ്രദർ അവിടെ ഓൾറെഡി ദുബായിലുണ്ട്. അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുട്ടിയായതിനു ശേഷം ആദ്യമായിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അവൾ എന്തായാലും ഓട്ടോറിക്ഷൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ഒരു പ്രാങ്ക് കൊടുക്കാമെന്നോർത്ത് ഞാൻ ബാക്ക് വശത്ത് കൂടിയാണ് ഓടിയത്. അങ്ങനെ ബാക്ക് വശത്ത് കൂടി കയറിയപ്പോൾ ആളങ്ങോട്ട് പാസ് ചെയ്യണുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ വിളിച്ചെന്ന് ആളൊന്ന് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോട്ടെ എന്ന് ഓർത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ മെല്ലെ ബാക്കിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അവൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ബാക്കിലുള്ള കാര്യം. പെട്ടെന്നാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അവളെന്നെ കണ്ടു. അവൾ ആകെ ചമ്മി ഓടുകയാണ് കേട്ടോ. ഭയങ്കര നാണക്കാരിയാണ് ആൾ. ഫോട്ടോയിലൊന്നും അങ്ങനെ ആൾക്ക് വന്നൊന്നും ഇഷ്ടമില്ല. പിന്നെ എൻ്റെ ബ്രദറിനെ വിളിച്ചെണീപ്പിക്കുന്നതാണ്. അവൻ കിളി പോയ അവസ്ഥയായിരുന്നു പെട്ടെന്ന്. പിറ്റേന്ന് രാവിലെ ഞങ്ങളങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ പേരൊക്കെ ഇന്നലെ തൊട്ട് നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പറിച്ച് ഫ്രഷായിട്ട് കഴിക്കണമെന്ന്. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം. ഇന്നലത്തെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. നമ്മളിന്നലെ വന്ന ഉടനെ തന്നെ പിന്നെ അങ്ങനെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നായിരുന്നു. പിന്നെ മാമാൻ്റെ ബോഡി ഷോ ഒക്കെ കഴിഞ്ഞു. മാമനക്ക് വേഗം വേറെയും പഴുത്തത് പറിച്ചരാന്നും പറഞ്ഞ് കൊണ്ടുപോയത് വച്ചന്നെയായിരുന്നു. എന്നാലും മോനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ലൈവായിട്ട് പറിച്ചു തന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെയല്ലേ വാങ്ങിക്കുന്നത്, നല്ല നാച്ചുറലായിട്ടുള്ളതല്ലേ. അങ്ങനെ അതൊക്കെ പറിച്ച് ഞങ്ങൾ കഴുകാനായിട്ട് കൊണ്ടുപോകണേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണമാണ് ഇത് എന്താ ചെയ്യണതെന്ന് നോക്കിയിട്ട്. എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് അവിടെ. അപ്പോഴാണ് മാമ പറഞ്ഞത് എന്നോട് ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞു. അന്നേരം പിന്നെ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ആ പേരൊക്കെ എടുത്ത് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഉപ്പും മുളകും ഇടാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ മാമ പറഞ്ഞതനുസരിച്ച് പീസാക്കി ഞാൻ. അങ്ങനെ ഉപ്പും മുളകൊക്കെ തൂക്കിയിട്ട് ആദ്യം ഞാൻ മാമാക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം മാമയിൽ ഈ ഐഡിയ പറഞ്ഞത് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മാമാക്ക് ഇത് കൊടുത്ത് മാമാൻ്റെ മരത്തിലായതുകൊണ്ട് നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മിസ്സുവിന് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമുള്ളതുകൊണ്ട് വായിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അടിപൊളി പറയുന്നുണ്ട്. ഈ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ പേരൊക്കെ ടേസ്റ്റാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് നമ്മുടെ വാസിക്കുട്ടൻ. ദുബായിലേക്ക് പോകാൻ നിൽക്കുന്ന ആളാണ്. ആളുടെ ഫസ്റ്റ് യാത്രയും കൂടിയാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും പേരക്കൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. 3:45 ഞങ്ങൾക്ക് സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്നത്. ഞങ്ങൾ 2 മണിക്ക് തന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവൾക്കും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഈ സങ്കടമൊന്നും പുറത്ത് കാണിച്ചില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ അവിടെ എല്ലാവരും